തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽവിഷ് ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന നെറ്റ്വർക്കിംഗ് കമ്പനിയുടെ വമ്പൻ തട്ടിപ്പുകൾ പുറത്ത്. നിരവധി പേരാണ് ഇവരുടെ വാഗ്ദാനങ്ങളിൽപ്പെട്ട് പണം നഷ്ടമായിരിക്കുന്നത്. തിരുവനന്തപുരം മേനിക്കര നിവാസികളായ പ്രഭാത്, ഭാര്യ മായ, ബന്ധുവായ സജീവ് എന്നിവരാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ പദവി ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത്. പലരുടെയും കൈകളിൽ നിന്നായി വ്യാജ കമ്പനിയുടെ പേരിൽ ഇവർ പണം തട്ടുകയായിരുന്നു. തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ട്രെയിനിങ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ലഭിച്ചവരാണ് ഇവർ 3 പേരുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കമ്പനിയുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിന് പകരം മായയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കാണ് ആളുകൾ പണം അയച്ചു കൊടുത്തത്. പണം നിക്ഷേപിച്ചവർക്ക് ഇവർ വാഗ്ദാനം ചെയ്ത പോലെ ആവശ്യമായ പ്രോഡക്റ്റുകൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇവരുടെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇവരുടെ തട്ടിപ്പിനിരയായവർ തിരികെ പണം ആവശ്യപ്പെട്ടിട്ടും ഇവർ നൽകുവാൻ തയ്യാറായില്ല. മാത്രവുമല്ല, ഈ 3 പേരും കൂടി നേരത്തെ പ്രവർത്തിച്ചിരുന്ന വെൽസ്മിത്ത് എന്ന കമ്പനിയിലും സമാനമായ കള്ളത്തരങ്ങൾ ചെയ്തതായി തട്ടിപ്പിനിരയായവർ നടത്തിയ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചു. ഈ കമ്പനിക്കെതിരെ ഇവർ പരാതിയും കൊടുത്തു. വിനോദ്, സനോഫർ എന്നിവരാണ് പണം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ കമ്പനിക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്തി ഇവരുടെ തട്ടിപ്പ് രേഖകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞ് നിരവധി കമ്പനികളെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ട്. പല കമ്പനികൾ തട്ടിപ്പുകളെ കുറിച്ച് ഇഷ്ടംപോലെ കേട്ടറിവ് TV ചാനലും മറ്റു കാര്യങ്ങളും ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി തട്ടിപ്പിന് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില സമയത്ത് ചില സുഹൃത്തുക്കളുടെയോ ചില ബന്ധുക്കളുടെയോ ഒരു സ്വാധീനത്തിൽ വഴങ്ങി നമ്മൾ ഈ മാതിരി ചില കമ്പനികളൊന്ന് ചേരും. അങ്ങനെ ഞാനും ഒരു കമ്പനി ചേർന്നു. ആ കമ്പനിയുടെ പേര് വെൽവിഷ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ ഈ കമ്പനി ചേർന്നത്. അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ഫിനാൻഷ്യലി കുറേ പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ഒരു വരുമാനം ഉണ്ടാക്കാം, ഒരു ലീഗലായിട്ടുള്ള കമ്പനി ചേരാം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ കമ്പനിയിൽ ഈ വെൽവിഷ് മാർക്കറ്റിംഗ് കമ്പനി എന്ന കമ്പനിയിൽ ചേർന്നത്. സാധാരണ എല്ലാ കമ്പനിയും പോലെ തന്നെ ബൈനറി സിസ്റ്റം, 2 പേരെ ചേർക്കുന്നു, നമ്മൾ ഒരാൾ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, 2 പേരെ ചേർക്കുന്നു, അവർ കുറച്ച് പ്രോഡക്റ്റ് തരുന്നു, പല രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് തരുന്നു. ആ പ്രോഡക്റ്റ് നമ്മൾ വീണ്ടും 2 പേരെ ചേർക്കുന്നു, അതുമ്പോൾ നമുക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ അത് ലീഗലായിട്ട് നടത്തപ്പെടുന്നു എന്ന തരത്തിൽ പല കമ്പനീസുണ്ട് ഈ നാട്ടിൽ. അതേമാതിരി തന്നെ ഞാനും അങ്ങനെ ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി ഒരു കമ്പനി ചേർന്നു. പക്ഷേ അവർ വിളിച്ച കമ്പനി മീറ്റിങ്ങും നമ്മുടെ ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നൊരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് വർണ്ണാഭമായ ഷോയും മറ്റു കാര്യങ്ങളും അതിനനുസരിച്ചുള്ള ഡെക്കറേഷൻസ്, പിന്നെ ഒരു 3 ഡയറക്ടേഴ്സ് ഈ കമ്പനിയിൽ. അപ്പോൾ അവരുടേതായ അവരുടെ സ്പീച്ചും മറ്റു കാര്യങ്ങളും കണ്ടു. അതുമാത്രമല്ല, അവർ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിച്ചു. ഇതാണ് ഈ പറഞ്ഞ രജിസ്ട്രേഷൻസ്, അങ്ങനെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് ആ ഒരു ബൂമിനനുസരിച്ച് അതൊരു സത്യാവസ്ഥയുള്ള നല്ല കമ്പനിയാണെന്ന് തോന്നി. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് പരിശോധിച്ചു. സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ചെയ്യുമല്ലോ. വെബ്സൈറ്റ് പരിശോധിച്ചു. വെബ്സൈറ്റിൽ വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. കുറേ സർട്ടിഫിക്കറ്റ്സ് കാണിച്ചിരിക്കുന്നു. അപ്പോഴും നമ്മൾ വിശ്വാസത്തിന് വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല. സാവധാനം ഈ പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്തു. എൻ്റെ ഭാഗത്ത് ഞാൻ തന്നെ 16,000 രൂപ, 8,000 റുപ്പീസിൻ്റെ 2 ID, ഒരു IDക്ക് 8,000 റുപ്പീസ് സംതിങ് ആണ്. 16,000 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ അങ്ങനെ ചേർന്നു. കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യ പോസ്റ്റ് അയച്ചിരുന്നു പറഞ്ഞു. ഒരു പോസ്റ്റും വന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുമാതിരി തന്നെ അവരോട്ട് ഇന്ത്യ പോസ്റ്റിൽ വരാത്തത് കൊണ്ട് ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. ഈ കമ്പനി ഡയറക്ടേഴ്സിനെ വിളിച്ചു തുടങ്ങി. 3 ഡയറക്ടേഴ്സാണ്. 2 പേര് തിരുവനന്തപുരത്ത് താമസിക്കുന്നു, ഒരാൾ കോലിയക്കോട് താമസിക്കുന്നു, വേളാവൂർ എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്നു. നിരവധി തവണ ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചൊരു മറുപടിയൊന്നും വരുന്നില്ല. ഒരാൾ പറയുന്നു മറ്റേയാളെ കോൺടാക്ട് ചെയ്യാൻ, ആൾ പറയുന്നു ഇയാളെ കോൺടാക്ട് ചെയ്യാൻ. ഇതിൽ പ്രധാനമായിട്ടും ഒരു ദമ്പതിമാരാണ്. മായ എന്ന് പറയുന്ന ഒരു മാഡവും അവരുടെ ഹസ്ബൻഡ് ഒരു നെട്ടയത്ത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് അതൊക്കെ നമ്മൾ വിശ്വാസ്യത ജനിപ്പിച്ചു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആളുടെ പേര് സജീവ് എന്നാണ്. അത് താമസിക്കുന്ന വേളാവൂരാണ്. അപ്പോൾ ഇത് പലരെയും മാറി ബന്ധപ്പെട്ടു. എന്നിട്ടും ഇവരാരും ഉത്തരവാദിത്വം ഏൽക്കുന്നില്ല. നിസ്സാരം എൻ്റെ 16,000 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് തരാൻ പോലും അവരെ കൊണ്ട് സാധിച്ചില്ല. ഈ സംശയം തോന്നി ഞാൻ പല തരത്തിൽ ഇവരെ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചു. ഇവരുടെ കമ്പനിയുടെ ലീഗാലിറ്റിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ മുമ്പ് വളരെ പ്രശസ്തമായ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇവർ 3 ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് അവിടുന്ന് പുറത്തു വന്ന് ഇതിൻ്റെ ഒരു മാസ്മരികമായിട്ട് സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ പുതുതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഈ വെൽവിഷ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് മലയങ്കീടിൻ്റെ അടുത്ത് പുതുവിട്ടുമേല എന്നുള്ള സ്ഥലത്തുള്ളൊരു അടച്ചിട്ട ബിൽഡിങ്ങിലാണ്. ഒരു പഴയ അടച്ചിട്ട ബിൽഡിങ്ങാണ് ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ്. കോർപ്പറേറ്റ് ഓഫീസ് പറയുന്നത് അതാണ്.
അവിടെ സംശയം തോന്നി ഞങ്ങൾ വീണ്ടും അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളുടെ എല്ലാം വീട്ടിൽ പോയി ന്യായമായ രീതിയിൽ നമ്മൾ ആ 16,000 രൂപയുടെ പൈസ തിരിച്ചു ചോദിച്ചു, തന്നിട്ടില്ല. അതിന് പകരം നമ്മൾ അവരെ വീട്ടിൽ ചെന്ന് അവർക്ക് ചെല്ലുന്ന പിന്നെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായി തുടങ്ങി. പിന്നെ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാളായി മാറി. അന്വേഷണങ്ങൾ വീണ്ടും തുറന്നപ്പോൾ സർക്കാരിലേക്ക് അന്വേഷണം ഞാൻ വ്യാപിപ്പിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് കൺസ്യൂമർ നമ്മുടെ പാളയത്തുള്ള കൺസ്യൂമർ അഫയേഴ്സാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി. സർക്കാരിന് സാമ്പത്തികത്തിൻ്റെ പരമായിട്ടുള്ള ടാക്സ്, ഫിനാൻസ് ഇതിന് അഡ്വൈസ് കൊടുക്കുന്ന സ്ഥാപനമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ഗിഫ്റ്റ് എന്ന് പറയും, ശ്രീകാര്യത്തുള്ള. അപ്പോൾ അവരാണ് സർക്കാരിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, കൺസ്യൂമർ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടാക്സിനെ കുറിച്ചൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതിനനുസരിച്ചാണ് ഗവൺമെൻറ് നയങ്ങൾ രൂപീകരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അതിനനുസരിച്ച് ഞാൻ അവിടെ ഗുലാത്തി ഡയറക്ടറെ പോയി കണ്ടു, അവരുടെ ഓഫീസിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അറിയാൻ സാധിച്ചത്, പ്രൈമ ഫേസി അറിയാൻ സാധിച്ചത് ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്നാണ്. അപ്പോൾ ഞാൻ യഥാർത്ഥം പറഞ്ഞാൽ ഞാനൊരു തട്ടിപ്പിനിരയായ ഒരു ഡയറക്ടർ സെല്ലറായ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ആളുടെ ചോദിച്ചത്, ഈ കമ്പനി ഡയറക്ടേഴ്സിൽ അവരുടെ അടുത്ത് മുഴുവൻ ചോദിച്ചത് എൻ്റെ 16,000 രൂപ തിരികെ തരിക, ഞാനങ്ങ് പൊക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതുപോലും തരാൻ അവർ തയ്യാറായിട്ടില്ല. പിന്നെ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇവരുടെ കൈവശമുള്ളത് 3 പേര് ചേർന്നൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതായത് ഗവൺമെൻറ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് ആർക്ക് രൂപീകരിക്കും? ഒരു 15,000, 20,000 രൂപ ആർക്ക് രൂപീകരിക്കാം. പക്ഷേ ഈ കമ്പനി രൂപീകരിച്ചിട്ട് അതുമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് സ്പെസിഫൈഡ് മറ്റെന്ത് ബിസിനസ് ചെയ്യുന്നുള്ള കാര്യത്തിന് സ്പെസിഫിക്കായിട്ട് വേറെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവണം. അതുപോലെ കടയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മറ്റെന്തെങ്കിലും ആണെങ്കിലും. പക്ഷേ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടത്താൻ പ്രത്യേകിച്ച് പിരമിഡ് സിസ്റ്റവും മണി സർക്കുലേഷൻ സിസ്റ്റവും കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം ഞാൻ എടുപ്പിച്ചു. കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അതിന് ഫോളോ അപ്പ് ചെയ്ത് 2018 കേരള സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ഇവർ പാലിക്കപ്പെട്ടിട്ടില്ല. അതായത് കൺസ്യൂമർ അഫയേഴ്സ് ആക്ട് പ്രകാരം നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ബാധകമാണ്. അത് ഒന്നുപോലും അവർ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പല ഡീറ്റെയിൽസും തെറ്റാ. ഒരിക്കൽ പ്രോഡക്റ്റ് വിറ്റാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല, പൈസ തിരിച്ചു കൊടുക്കില്ല. ഇതൊന്നും MLMൻ്റെ നിയമങ്ങളിൽ പെടുന്ന കാര്യങ്ങളല്ല. അതുമാത്രമല്ല, ഒരു കൺസ്യൂമർ റിഡ്രസ് സെല്ലിൻ്റെ ഫോൺ നമ്പേഴ്സ് അതിൽ കൊടുത്തിരിക്കണമെന്നൊരു പരാതിപ്പെടാൻ വേണ്ടി സൗകര്യം കൊടുത്തിരിക്കണമെന്നുണ്ട്, അതും ചെയ്തിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു ഫുൾ ഫേക്ക് കമ്പനിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് എവിടെ വേണോ ചലഞ്ച് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ റിലവൻ്റ് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് ഈ വെൽവിഷ് ഗ്ലോബൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് നിയമാനുസൃതമായ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കുമില്ല. പക്ഷേ അത് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെ ഒരു സിംഗിൾ ലൈസൻസ് ഇവർ കിട്ടിയിട്ടില്ല. സർക്കാർ രജിസ്ട്രേഷന് അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആവില്ല. അത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഫോട്ടോ വെച്ചുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി തിലോത്തമൻ സാർ ഉൾപ്പെടെ ഒരു ഫോട്ടോ, ഒരു ഫംഗ്ഷൻ്റെ ഫോട്ടോ വച്ചിട്ടാണ് കേരള ലൈസൻസ് 2018 പറഞ്ഞ് എല്ലാവരെയും കാണിച്ചിട്ട് ഈ കേരളത്തിൽ വയനാട്, എൻ്റെ അറിവനുസരിച്ച് വയനാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിൽ നിന്നും 100 കണക്കിന് പേരുടെ കയ്യിൽ നിന്ന് ഇവർ ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചിരിക്കുന്നു. ഈ കാര്യം ഞാൻ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൺസ്യൂമർ അഫയേഴ്സിലും ഈ പറഞ്ഞ റിലവൻ്റ് അതോറിറ്റീസിനും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ പരാതിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഒരു ഇരയായി നമ്മളെ പോലെ വിദ്യാസമ്പന്നരായ ഗ്രാമത്തിലും എല്ലായിടത്തും വസിക്കുന്ന ആൾക്കാർ അതിനകത്ത് ചതിയിൽ വീഴാതെ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇനിയും ഈ സമയത്തും ഇതിൻ്റെ പ്രൊമോട്ടർമാരായിട്ട് പലരുടെ കയ്യിൽ നിന്ന് 3 ലക്ഷം 4 ലക്ഷം പല ഭാഗത്ത് ആൾക്കാരിൽ നിന്ന് ഇവർ വാങ്ങുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. പലരും ഞങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെൽവിഷ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം വേണം. കേരള സർക്കാർ തന്നെ വ്യക്തമായി അന്വേഷിക്കണം. അതിന് മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. ADGP കൺസ്യൂമർ എക്കണോമിക് ഒഫൻസസ് ആണ് ഇതിൻ്റെ പോലീസിൻ്റെ അതോറിറ്റി. അതുപോലെ കൺസ്യൂമർ അഫയേഴ്സിൻ്റെ ഡയറക്ടറാണ് ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾ. പിന്നെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് അതിന് ഉത്തരവാദിത്വമുണ്ട്. സെക്രട്ടറി ഫിനാൻസ്, CGST, SGST ഇവർക്കെല്ലാം പിന്നെ അധികാരമുണ്ട് അന്വേഷിക്കാൻ വേണ്ടി. അതിൻ്റെ റിലവൻ്റ് ചില ആൾക്കാർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. അത് വന്നിട്ട് എന്നെപ്പോലെ ഇതിനകത്ത് പറ്റിക്കപ്പെട്ട ആൾക്കാർക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടട്ടെ. പിന്നെ നോർമലി ഒരു സംസാരമുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിൽ പണം മുടക്കിയാൽ തിരിച്ചു കിട്ടില്ലെന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുത്ത പൈസയും ഇല്ല, എനിക്കൊരു സിംഗിൾ പ്രോഡക്റ്റ് 1 രൂപയുടെ പ്രോഡക്റ്റ് തന്നിട്ടുമില്ല. 2018 കേന്ദ്ര സർക്കാർ ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ട് കേരള സർക്കാരിന് കൊടുത്തേക്കാണ്. അതുമായിട്ട് സംബന്ധിച്ചുള്ള നിയമം തയ്യാറാക്കാൻ വേണ്ടി. ഇപ്പോഴും ആ നിയമം തയ്യാറായിട്ടില്ല. ആ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ സർക്കാർ. ഈ ഗ്യാപ്പിലാണ് ഈ ഗ്യാപ്പ് വെച്ചാണ്
ഇവർക്ക് അധികാരമുണ്ട്, ഇവർക്ക് ലൈസൻസ് ഉണ്ട് എന്നൊരു അപേക്ഷ മാത്രം കൊടുത്തതിൻ്റെ പേരിൽ ഇവർ അതിനുവേണ്ടി ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്നത് ബൈനറി സിസ്റ്റവും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു മെത്തേഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പൈസ വിരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ തന്നെ 16,000 രൂപ 16,000 രൂപ വാങ്ങിയിട്ട് ഒരു 1,140 രൂപ എനിക്ക് കമ്മീഷണർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ അതിൻ്റെ കൂടെ അംഗമായി എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഈ ബാക്കി പൈസയ്ക്ക് ഒന്നുമില്ല, പ്രൊഡക്റ്റും ഇല്ല, ബാക്കി പൈസയില്ല, ചോദിച്ചാൽ കൈമലത്തുകയും ചെയ്യും. പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് അവർ മാറ്റുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഞാൻ പോലും ഇവരുടെ ഒരു വിശ്വാസ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് 3 പേര് എല്ലാവരും വെൽ ഡ്രസ്ഡ് ആണ്, നല്ല എഡ്യൂക്കേറ്റഡാണ്, ഒരു 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 ഫാമിലി വുമൺ ഉണ്ട്, അവരുടെ ഹസ്ബൻഡ് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്, മറ്റേ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരാളെന്ന തരത്തിൽ അങ്ങനെ ഒരാൾ ആ തരത്തിലൊരു ഫംഗ്ഷന് മീറ്റിങ്ങെല്ലാം സംഘടിപ്പിച്ച് വളരെ ഡീസൻ്റായിട്ട് നല്ല ഭംഗിയായിട്ട് സംസാരിച്ച് അവരിതിനെക്കുറിച്ച് പിന്നെ പാക്കേജും മെത്തേഡിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ ആൾ വിശ്വസിക്കണമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലോ. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ പല നൂറുകണക്കിന് ആൾക്കാരെ ഒന്ന് പറ്റിച്ചായിട്ടുള്ള ലിസ്റ്റ് സഹിതം ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ തന്നെ കാണുന്നുണ്ട്. എൻ്റെ ID പരിശോധിക്കുമ്പോൾ തന്നെ ഒരു പേജിൽ തന്നെ ഏകദേശം 10-35 പേർ പേയ്മെൻറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. ഈ മാതിരി ചതികൾ നേരത്തെ ഉണ്ടായിരുന്നു. പല MLM കമ്പനീസും തുടങ്ങി പൂട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യം, ഇവരുടെ മോട്ടീവ് ഒന്നേ ഉള്ളൂ. ഒരു MLM കമ്പനി 2-3 ഡയറക്ടേഴ്സ് ചേർന്നൊരു കമ്പനി രൂപീകരിച്ച് MLM ആണെന്ന് പറഞ്ഞ് അത് തുടങ്ങി ഒരു 5-6 മാസം മതി ഇവർക്ക് കോടികൾ ഉണ്ടാക്കാൻ. ഈ 5-6 മാസം കൊണ്ട് ഇവർ കുറേ ലക്ഷം രൂപ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് കുറേ ഡിവിഷനൊക്കെ രൂപീകരിച്ച് ഉണ്ടാക്കി ആ കോടികൾ മതി ഇവർക്ക് പിന്നെ ഒരൊറ്റ എസ്കേപ്പിൽ ഇവർക്കത് ഒളിച്ചോടി പോകാനും പിന്നെ അവരുടെ ജീവിതം സൂക്ഷ്മമായിട്ട് പോകും. പക്ഷേ നഷ്ടപ്പെടുന്നവർക്ക് നിസ്സാരമായിട്ട് 1000-ഓ 2000-ഓ എന്നെ പോലെ 8000-ൻ്റെ 2 ID വാങ്ങുന്നവരോ ഒക്കെ പരാതിക്ക് പോവില്ല. പരാതിക്ക് പോകാത്തതിൻ്റെ പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ മുന്നോട്ട് പരാതിക്ക് വന്നതിൻ്റെ കാരണം എനിക്കുണ്ടായ ഒരു ഡാമേജ്. പക്ഷെ അതുപോലും അവർ തിരുത്താൻ തയ്യാറല്ല. അതുപോലെ എത്ര ആൾക്കാരുണ്ട് ഈ കൊല്ലം ഭാഗത്ത് തന്നെ ഏകദേശം ഇഷ്ടം പോലെ ആൾക്കാരെ 3 ലക്ഷം 2 ലക്ഷം രൂപ വാങ്ങിയതായിട്ടൊക്കെ കേട്ടുകേൾവി എനിക്കുണ്ട്. അവരുമായിട്ട് ഞാൻ കോൺടാക്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊന്നും പുറത്തു പറയാൻ തയ്യാറല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു നാണക്കേട് പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത് തുടരാതെ പ്രത്യേകിച്ചും ഇതുപോലത്തെ പല കമ്പനിയോടുന്ന എൻ്റെ അറിവ്, എസ്പെഷ്യലി ഈ വെൽവിഷ് ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കമ്പനിയെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണം, പോലീസ് അന്വേഷണം നടത്തണം. അതിന് ആരുടെയെങ്കിലും കൈവശം ഇവരുടെ പൈസ ഇവർ അനധികൃതമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ CGST ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ട് അതിന് വ്യക്തമായൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ എടുത്തൊരു മെസ്സേജ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് പൊട്ടിമുളയ്ക്കും. അത് ഈ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥയെ തന്നെ തകർക്കും. പ്രത്യേകിച്ച് ഇനി എല്ലാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു കാലഘട്ടത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. ആ സാഹചര്യത്തിൽ ഇതുപോലത്തെ കമ്പനിക്കെതിരെ വ്യക്തമായി ഒരു നടപടി എടുക്കാൻ വേണ്ടി കേരളത്തിലെ ആ പെൻഡിങ് ഇരിക്കുന്ന കൺസ്യൂമർ അഫയേഴ്സിലെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള നിയമം എത്രയും പെട്ടെന്ന് ഈ പിരമിഡ് സിസ്റ്റം ആണെങ്കിലും സൺഫ്ലവർ സിസ്റ്റം ആണെങ്കിലും മണി സർക്കുലേഷൻ ആണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുത്ത് ഒരു ഗവൺമെൻറ് ഓർഡർ പുറപ്പെടുവിക്കണമെന്നാണ് എനിക്കിതിനകത്ത് അപേക്ഷിക്കാനുള്ളത്. എന്നാൽ മാത്രമേ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ എല്ലാവർക്കും കിട്ടുകയുള്ളൂ. ഏതിൽ ചേരണം? കാരണം ഒരുപാട് ആളുകൾ ഒരു ചെറിയൊരു വരുമാനത്തിന് വേണ്ടി ഇതും കടയിലൊരു പ്രോഡക്റ്റ് വിൽക്കുമാർ തന്നെയാണ്, ഒരാൾ വേറൊരാൾക്ക് പ്രോഡക്റ്റ് കൊടുക്കും പോലെ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടും. കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇപ്പോഴും ഇന്ത്യയിൽ അതൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം കമ്പനികളും കള്ള കമ്പനികളുമാണ്. അതുകൊണ്ട് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം എത്രയും പെട്ടെന്ന് പുറപ്പെടുവിച്ചാൽ മാത്രമേ ഇതിന് വ്യക്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കേരള സർക്കാരുകളിലും. സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഒരു സാമ്പത്തികപരമായി കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഇൻകം ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ MLM കമ്പനിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു, വെൽവിഷ് ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിയെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഞാൻ കേൾക്കുകയും, അപ്പോൾ ഇതിൻ്റെ CEO എന്ന് പറയപ്പെടുന്ന ഡയറക്ടേഴ്സ് 3 പേരാണ്. ഒന്ന് മായ തങ്കമണി, സജീവ്, അതുപോലെ പ്രഭാത് എന്ന് പറയുന്ന ഒരു അമ്പലത്തിലെ പൂജാരി. ഇവർ 3 പേര് നടത്തുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പം ഞാൻ അവരെന്നെ വിളിക്കുകയും ഞാൻ അവരെ വീട്ടിലേക്ക് വെച്ചിട്ട് ഒരു മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, ഈ കമ്പനിയെക്കുറിച്ച് കാര്യങ്ങൾ പറയുകയും ഇതിന് കേരള ഗവൺമെൻറ് അതോറിറ്റിയുള്ള ലൈസൻസ് ഉണ്ട്, അതുപോലെ ഇത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ളതാണ്, അതുപോലെ തന്നെ അവർ വെൽനസ് പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ കുറേ നമ്മളോട് പോർഷായിട്ടൊക്കെ സംസാരിച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് ഞാൻ സ്വാഭാവികമായിട്ട് ഞാനൊന്ന് വീണുപോയി. അപ്പോൾ എനിക്കും ഒരു പൈസ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് 8,000 കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് അംഗത്വമായി. അപ്പോൾ അംഗത്വമായപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ നമുക്ക് അംഗത്വമാകുമ്പോൾ ഇതിന് എന്താ നമുക്ക് കിട്ടുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രൊഡക്റ്റ് വന്നിട്ടില്ല, അത് പ്രൊഡക്റ്റ് നമുക്ക് പിന്നീടാണ് കിട്ടുന്നത്, ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ്. അപ്പോൾ ഞാൻ ചോദിച്ചു കമ്പനി അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാനായിട്ട് എനിക്ക് കമ്പനിയുടെ അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു.
അവർ പറഞ്ഞു അക്കൗണ്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ അത് കമ്പനിയുടെ അക്കൗണ്ടിലല്ല, എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്, ഈ മായ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8,000 ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖാന്തരം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ മായ എന്നുള്ള വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു, ക്യാഷ് ഞാൻ എന്ത് ചെയ്തിട്ടു. അപ്പോൾ ക്യാഷ് ഇട്ടിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തു, കുറേ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പ്രൊഡക്റ്റ് വരുന്നില്ല. ഏകദേശം ഒരു 2 മാസത്തോളമായി ക്യാഷ് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഈ ഒരു കമ്പനി വെൽവിഷ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഒരു തട്ടിപ്പ് കമ്പനി, ചീറ്റിംഗ് കമ്പനിയാണ് എന്ന് എനിക്ക് എന്ത് ചെയ്ത് മനസ്സിലായത്. അതായത് വെൽനസ് പ്രൊഡക്റ്റുകളാണ്. അതായത് നമുക്ക് അസുഖം വരുന്നതിന് മുന്നേ ഉള്ള അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് സോപ്പുണ്ട്, പേസ്റ്റുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറിന് സംബന്ധമായിട്ട് വരാതിരിക്കാനുള്ള പ്രൊഡക്റ്റ് എന്നൊക്കെയാണ് അവരെന്ത് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഡീറ്റെയിൽസുകളൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർ തന്നിട്ടില്ല. കാരണം നമുക്ക് നല്ലൊരു ഇൻകം കിട്ടും. അതായത് ഇവർ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു മാസം കൊണ്ട് തന്നെ 1 ലക്ഷം രൂപ ഇൻകം കിട്ടും. അതുപോലെ ഫോറിൻ ടിപ്പുണ്ട്, പല നമുക്ക് ഗിഫ്റ്റുകളൊക്കെ എന്ത് ചെയ്യും നമുക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെന്നാൽ സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സന്ദർഭത്തിലേക്ക് നമുക്കൊരു വരുമാനം കിട്ടും എന്നുള്ള രീതിയിലേക്കാണ് ഞാനും എന്ത് ചെയ്തത്, ചേർന്നത്. അപ്പോൾ പിന്നീട് അവർ പറയുന്നത് നമ്മൾ ചേർത്തിട്ട് നമ്മുടെ കീഴിലേക്ക് 2 പേരെ ചേർക്കണം, 2 പേരുടെ ഒരു ബൈനറി സിസ്റ്റം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചേർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുള്ളൂ എന്നൊക്കെ പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്ന അറിയുന്നത്. അപ്പോൾ ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് ഞാനും ഇതിലേക്ക് എന്ത് ചെയ്ത് പങ്കാളിയായത്. നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ കമ്പനിയെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ സൈറ്റിൽ കയറി അന്വേഷിച്ചു. സൈറ്റിലൊക്കെ പോയപ്പോഴത്തേക്ക് ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ അഫേഴ്സിൻ്റെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഓഫീസിലേക്ക് ഞാൻ സമീപിക്കപ്പെടുകയും അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഡയറക്റ്റ് മുഖാന്തരം സംസാരിച്ച് അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ കമ്പനി ഡീറ്റെയിൽ നോക്കിയപ്പോഴത്തേക്ക് കേരള ഗവൺമെൻറ്റിലേക്ക് എന്തിയിട്ടില്ല, ഇതുവരെയും അവരെന്ത് ലൈസൻസിന് വേണ്ട മറ്റു കാര്യങ്ങളൊന്നും എന്തിയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ഇതുപോലൊരു കമ്പനി ഇല്ല എന്ന് എന്ത് ചെയ്യാണ് ബോധ്യപ്പെടുകയും അതുപോലെ ഈ MLM കമ്പനിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കപ്പെടുന്ന നമ്മുടെ ശ്രീകാര്യത്തുള്ള ഗുലാത്തി എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ സമീപിച്ചപ്പോഴത്തേക്ക് അവിടെയും ഇങ്ങനെയുള്ളൊരു കമ്പനി എന്ത് ചെയ്തിട്ടില്ല, നിലയിൽ വന്നിട്ടില്ല എന്നുള്ള അറിവ് ലഭിക്കുകയും ചെയ്തതിൻ്റെ പേരിലേക്ക് ഞാൻ ഇതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള നമ്മുടെ സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യാണ് പരാതി കൊടുക്കുകയുണ്ടായി. അങ്ങനെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവരന്വേഷിക്കാമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവർ പൈസയ്ക്ക് എന്ത് ചെയ്ത് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇവർ പൈസ തരില്ല എന്ന് പറഞ്ഞു. ഒരു സജീവ് എന്നറിയപ്പെടുന്നതിൻ്റെ CEO എന്നറിയപ്പെടുന്ന ആൾ എന്നെ ഫോണിലേക്ക് വിളിച്ച് എന്ത് ചെയ്യാണ് ഭീഷണിപ്പെടുത്തുകയും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാണ് വധിക്കുമെന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ് ഭീഷണിപ്പെടുത്തുകയൊക്കെ എന്ത് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്ത് പരാതി എന്ത് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കൊടുത്തപ്പോഴാണ് അറിയുന്നത്, 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിയുന്നത്, ഇവർ നമുക്കെതിരായിട്ട് ഈ മായ എന്നറിയപ്പെടുന്ന ലേഡി അനാവശ്യമായിട്ട് നമ്മളോട് ഫോണിൽ സംസാരിച്ചു എന്നും നമ്മളവരെ അപമാനപ്പെടുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു പുതിയ സ്റ്റൈലാണല്ലോ, പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ എന്തെങ്കിലും ഇതുണ്ടായിക്കൊണ്ട് ആണുങ്ങളെ കൊടുക്കുന്ന രീതിയിൽ പരാതി കാര്യങ്ങളൊക്കെ എന്ത് അവിടെ കൊടുത്തു. അതിൻ്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അങ്ങനെ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ 2 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളവിടെ പോയി. ഈ പരാതി കൊടുത്ത ആൾ എന്ത് ചെയ്തിട്ടില്ല, അവിടെ വന്നില്ലായിരുന്നു. അങ്ങനെ 3ാമത് തവണയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, അവിടെ വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഉന്നത അധികാരികളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും സംസാരിക്കപ്പെടുകയും 2 പേരെയും വിളിച്ചിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവരോട് എന്ത് ചെയ്യാണ് ക്യാഷ് കൊടുക്കാൻ ഞങ്ങൾ തിരിച്ച് ചോദിച്ചു. ഞങ്ങൾക്ക് ഇനി കമ്പനി വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളിത് മതിയായിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്യാഷ് ചോദിച്ചപ്പോഴത്തേക്ക് അവർ തരില്ല എന്ന് എന്ത് ചെയ്യാണ് പറയപ്പെടുകയും അങ്ങനെ ഇത് കോടതി മുഖാന്തരം ഇതിനെ പോകാനായിട്ട് എന്ത് ചെയ്യാണ് പറഞ്ഞു വിടുകയാണ് എന്താണ് ചെയ്തത്. പോലീസിൻ്റെ ഭാഗത്തുള്ള സമീപനം എന്ന് പറയപ്പെടുന്നത്, പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞങ്ങൾക്ക് ക്യാഷ് വാങ്ങിച്ചു തരാനുള്ള അധികാരം ഇല്ല, അത് ക്യാഷ് നിങ്ങൾ തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കോടതിയിലേക്ക് പോകണം, അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് കൈപ്പറ്റണം എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഇവരെന്ത് ചെയ്യാൻ പാടില്ല, പൈസ ചോദിച്ച് നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പാടില്ല എന്നും എന്ത് ചെയ്തു അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ത് നമ്മോട് പറയുകയും ചെയ്തു. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കൊല്ലം മേഖലകൾ, തമിഴ്നാട്, അതുപോലെ ബോംബെ കേന്ദ്രീകരിച്ച് പല സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം നടക്കപ്പെടുന്നുണ്ട്. ഇതിനകത്തേക്ക് ഏകദേശം 380ഓളം പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് അംഗത്വം എടുത്തായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഇവർ ക്യാഷ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ണർഷിപ്പ് അവർക്ക് കൊടുക്കാം. പാർട്ണർഷിപ്പ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും 5 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ പല ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. പല ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനമായിട്ടിത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നത്. നിയമപരമായിട്ട് എന്തൊക്കെ മേഖലയിലേക്ക് പോകാൻ പറ്റുമോ ആ മേഖലയിലേക്ക് എന്താണ് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ എന്തായാലും പറ്റിപ്പോയി, ഒരു വിദ്യാഭ്യാസമുള്ള ഞാൻ പറ്റിപ്പോയി. ഇനിമേൽ ഇതുപോലെ പാവങ്ങൾ, ഇതുപോലെ പൈസയ്ക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്. പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടും, അവരുടെ കാര്യങ്ങൾ നേടാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പാവപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഇവർ എന്ത് ചെയ്യണം, വൻ തട്ടിപ്പ്, അതായത് കൂടുതലും സ്ത്രീകളെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ക്യാൻവാസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലുള്ള ജനങ്ങൾ തട്ടിക്കപ്പെടാനായിട്ട് എന്തില്ല പാടില്ല. അതുകൊണ്ട് തന്നെ ഏത് നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ പറ്റിപ്പോയി. ഇനി നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഒരു തട്ടിപ്പിന് ഇരയാവാനായിട്ട് പാടില്ല. ഇതുപോലെ ധാരാളം തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ നടക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉന്നത അധികാരികൾ, അതുപോലെ നമ്മുടെ കേരള ഗവൺമെൻറ് ഇത് അന്വേഷിച്ച് ഇതിന് വ്യക്തമായിട്ട് ഒരു തെളിവ് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.